നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. 2026 തുടക്കം മുതൽ നിഫ്റ്റി 50 ഏകദേശം 7.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഏകദേശം 14.2% നേട്ടമുണ്ടാക്കി. ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഓഹരിയിലാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. FIIകൾ മാത്രമല്ല, പ്രൊമോട്ടർമാരും ഇക്കാലയളവിൽ തങ്ങളുടെ വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ചു. വിപണിയിലെ പൊതുവായ ഇടിവിനെ അവഗണിച്ച് വിദേശ നിക്ഷേപകരും പ്രൊമോട്ടർമാരും ഒരേ സമയം ഒരു കമ്പനിയിൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. രസകരമായ കാര്യം, ഈ ഓഹരി ഏഞ്ചൽ വണ്ണോ ഗ്രോയോ ഒന്നുമല്ല, 5 പൈസ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. 2026 ഏപ്രിൽ 20 കണക്കനുസരിച്ച് 5 പൈസ കമ്പനിയിൽ വിദേശ നിക്ഷേപകർ തങ്ങളുടെ ഓഹരി വിഹിതം 2.7% വർദ്ധിപ്പിച്ച് മൊത്തം നിക്ഷേപം 15.1% ആക്കിയിട്ടുണ്ട്. ഇതേസമയം പ്രൊമോട്ടർമാർ 3.72% വിഹിതം വർദ്ധിപ്പിച്ചതോടെ അവരുടെ ആകെ ഓഹരി പങ്കാളിത്തം 36.5% ഉയർന്നു. 2026 ഏപ്രിലിൽ നടന്ന റൈറ്റ്സ് ഇഷ്യൂ വഴിയാണ് പ്രൊമോട്ടർമാർ പുതിയ ഓഹരികൾ വാങ്ങിയത്. എന്നാൽ വിദേശ നിക്ഷേപകർ ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ് ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത്. സ്റ്റോക്ക് ട്രേഡിംഗ്, ഡെറിവേറ്റീവ്സ്, കമ്മോഡിറ്റി ട്രേഡിംഗ്, മ്യൂച്വൽ ഫണ്ടുകൾ, കോൾ ആൻഡ് ട്രേഡ് സൗകര്യം തുടങ്ങിയ വിവിധ നിക്ഷേപ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകുന്ന പ്രമുഖ ഡിസ്കൗണ്ട് ബ്രോക്കറാണ് 5 പൈസ ക്യാപിറ്റൽ ലിമിറ്റഡ്. വെബ് അധിഷ്ഠിത ടെർമിനലുകളും മൊബൈൽ ആപ്പുകളും ഉൾപ്പെടെ വിപുലമായ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇവർക്കുണ്ട്. ഉപയോക്താക്കളുടെ എണ്ണം 2026 സാമ്പത്തിക വർഷത്തിൽ 4ാം പാദത്തിലെ കണക്കനുസരിച്ച് കമ്പനിക്ക് 51.8 ലക്ഷം ഉപഭോക്താക്കളാണ് ഉള്ളത്. 3ാം പാദത്തെ അപേക്ഷിച്ച് 2% വർധനവ് ഇവിടെ ഉണ്ടായി. ഈ പാദത്തിന്റെ അവസാനത്തോടെ ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 234 ലക്ഷമായി ഉയർന്നു. ഉൽപ്പന്നത്തിലും സേവനങ്ങളിലും കമ്പനി നടത്തുന്ന നിരന്തരമായ പരിഷ്കാരങ്ങളാണ് ഈ ഉപഭോക്തൃ വളർച്ചയ്ക്ക് കാരണം. ഉദാഹരണത്തിന് 2026 ആദ്യ 3 മാസങ്ങളിൽ മാത്രം പേ ലേറ്റർ സൗകര്യം, മ്യൂച്വൽ ഫണ്ട് ഡാഷ്ബോർഡ്, പരിഷ്കരിച്ച ETF ട്രേഡിംഗ് സംവിധാനം, സ്കാൽപ്പർ തുടങ്ങിയ നിരവധി പുതിയ ഫീച്ചറുകൾ കമ്പനി അവതരിപ്പിച്ചിരുന്നു. 5 പൈസ ക്യാപിറ്റലിന്റെ ശരാശരി പ്രതിദിന വിറ്റുവരവിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 1.93 ട്രില്യൺ രൂപയായിരുന്ന വിറ്റുവരവ് 2026 4ാം പാദമായപ്പോഴേക്കും 3.4 ട്രില്യൺ രൂപയായി കുതിച്ചുയർന്നു. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 78% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. ബ്രോക്കറേജ് സ്ഥാപനം കൈകാര്യം ചെയ്ത ആകെ ഓർഡറുകളുടെ എണ്ണം പരിശോധിച്ചാൽ 2026 4ാം പാദത്തിൽ ഇത് 263 ലക്ഷമാണ്. മുൻ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ഇത് 218 ലക്ഷമായിരുന്നു. തുടക്കം മുതൽക്കേ സാങ്കേതിക വിദ്യയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു ഡിജിറ്റൽ ബ്രോക്കറേജ് സ്ഥാപനമാണ് 5 പൈസ ക്യാപിറ്റൽ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനി കൂടുതൽ വിപുലമായ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. സോഫ്റ്റ്വെയർ വികസന പ്രക്രിയയിൽ AI ഉപയോഗിക്കുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും വിശ്വസനീയവുമാക്കാൻ കമ്പനിക്ക് സാധിച്ചു. പുതിയ ഉൽപ്പന്നങ്ങൾ വളരെ വേഗത്തിൽ വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതാണ് ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം. കമ്പനിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി എത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിലെ വർധനവ് ഇതിന് തെളിവാണ്. 2026 4ാം പാദത്തിൽ അക്കൗണ്ട് തുടങ്ങിയവരുടെ 96.6% പേരും ഡു ഇറ്റ് യുവർ സെൽഫ് വഴി സ്വയം അക്കൗണ്ട് തുടങ്ങിയവരാണ്. അതായത് കമ്പനി ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള സഹായമില്ലാതെ തന്നെ ഉപഭോക്താക്കൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. 2025 4ാം പാദത്തിൽ ഇത് 86.4% ആയിരുന്നു. അക്കൗണ്ട് തുടങ്ങുന്നതിനും പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിലും 5 പൈസ ക്യാപിറ്റൽ നൽകുന്ന ലാളിത്യമാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. രാജ്യത്തുടനീളം ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഡെറിവേറ്റീവ്സ് വിഭാഗത്തിലെ വിറ്റുവരവ് ഉയരുന്നതും കണക്കിലെടുക്കുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രകടനം വിലയിരുത്തിയാൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. 5 പൈസ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ ശരാശരി MTF ബുക്ക് സൈസ് 2026 സാമ്പത്തിക വർഷത്തിലെ 1ാം പാദത്തിൽ 27,530 ലക്ഷം രൂപയിൽ നിന്ന് 4ാം പാദമായപ്പോഴേക്കും 36,660 ലക്ഷം രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. നെഗറ്റീവ് വളർച്ചയിലും ഓഹരി വിഹിതം വർദ്ധിപ്പിച്ച് FIIകളും പ്രൊമോട്ടർമാരും ഉപഭോക്താക്കളുടെ എണ്ണത്തിലും ശരാശരി പ്രതിദിന വ്യാപാരത്തിലും ഈ സാമ്പത്തിക വർഷം വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ മൊത്തം വരുമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ 360 കോടി രൂപയായിരുന്ന വരുമാനം 2026 320 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 11% ഇടിവ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഇക്കാലയളവിൽ 68 കോടി രൂപയിൽ നിന്ന് 44 കോടി രൂപയായും കുറഞ്ഞു. ഏകദേശം 35% എന്ന വലിയ ഇടിവാണ് ലാഭത്തിലുണ്ടായത്. ബ്രോക്കിംഗ് വരുമാനം 171 കോടിയിൽ നിന്ന് 149 കോടിയായി കുറഞ്ഞു. അലൈഡ് ബ്രോക്കിംഗ് വരുമാനം 88.6 കോടിയിൽ നിന്ന് 78.3 കോടി രൂപയായും താഴ്ന്നു. മറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം 99.8 കോടിയിൽ നിന്ന് 92.3 കോടിയായും കുറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ വരുമാനത്തിലും ലാഭത്തിലും ഇടിവുണ്ടായിട്ടും FIIകളും പ്രൊമോട്ടർമാരും ഓഹരി വിഹിതം വർദ്ധിപ്പിക്കുന്നത് കമ്പനിയുടെ ദീർഘകാല വളർച്ചയിലുള്ള വിശ്വാസത്തെയും രാജ്യത്തെ മൂല്യ
മൂലധന വിപണിയുടെ കുതിപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ ദീർഘകാല പ്രകടനം പരിശോധിച്ചാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ 10% വാർഷിക വളർച്ചയും ലാഭത്തിൽ 25% വാർഷിക വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5 വർഷത്തെ ശരാശരി റിട്ടേൺ ഓൺ ഇക്വിറ്റി 9%. എന്നിരുന്നാലും നിലവിലെ ROE 7.1%. ഇത് ഈ മേഖലയിലെ ശരാശരി നിരക്കായ 12.5% അല്പം കുറവാണ്. ഈ ഓഹരിയുടെ പ്രൈസ് ടു ഏർണിംഗ്സ് അനുപാതം 35.5 ടൈംസ് ആണ്. മേഖലയിലെ ശരാശരി വെറും 20.8 ടൈംസ് ആണ്. അതുപോലെ പെഗ് റേഷ്യോ നോക്കിയാൽ അത് 75.6 ടൈംസ് എന്ന വലിയ നിരക്കിലാണുള്ളത്. ഈ മേഖലയിലെ ശരാശരി പെഗ് റേഷ്യോ വെറും 0.63 ടൈംസ് മാത്രമാണെന്നിരിക്കെ നിലവിലെ വില നിലവാരത്തിൽ നിന്ന് ഓഹരിക്ക് അമിത വില അഥവാ ഓവർ പ്രൈസ്ഡ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റു പല ഓഹരികളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുമ്പോഴും വിദേശ നിക്ഷേപകരും പ്രൊമോട്ടർമാരും ഈ പ്രത്യേക ഓഹരിയിൽ തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും ഇടിവുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടും ഓഹരിയുടെ വാല്യുവേഷൻ ഉയർന്നു തുടർന്നിട്ടും ഈ ട്രെൻഡ് തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സാധാരണയായി FIIകളും പ്രൊമോട്ടർമാരും ഒരേപോലെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ആ ബിസിനസിന്റെ ശക്തമായ ഭാവി സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുങ്ങിയ കാലയളവിലെ തളർച്ചയേക്കാൾ ഉപരിയായി ഈ വലിയ നിക്ഷേപകർ ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വളർച്ചാ സാധ്യതകളെയാകാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക.